എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒത്തിരിയധികം ആണുങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളിൽ പല ആളുകളും കടന്നുപോയ പല ജീവിതാവസ്ഥകളെ കുറിച്ചിട്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് കണക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം പ്രിവിലേജഡ് ആണ് എന്ന് ഉറപ്പിച്ചോളുക. ഈ ആത്മഹത്യയുടെ ട്രെൻഡിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ആത്മഹത്യ നിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. പലവിധ കാരണങ്ങളാണ് നമ്മൾ പലതിനെ കുറിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പുരുഷന്മാരുടെ ആത്മഹത്യയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. തണൽ എന്ന് പറയുന്ന ഒരു NGOയുടെ പഠനം അനുസരിച്ച് 45 വയസ്സിന് ശേഷമുള്ള വിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ആ ഒരു കാരണങ്ങളിൽ പലതിലും കാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരാളല്ല, പല ആളുകളാണ്. യാതൊരു തരത്തിലും അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത ഒരു കുടുംബമായിരിക്കാം, യാതൊരുവിധ പിന്തുണയും കൊടുക്കാത്ത കുടുംബാംഗങ്ങളായിരിക്കാം, ആ ഒരു കുടുംബത്തിലേക്ക് ഇടപെടുന്ന ബന്ധുക്കളായിരിക്കാം, ആ ഒരു കുടുംബവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റാളുകളായിരിക്കാം, ഒരു സമൂഹം മുഴുവനായിട്ടായിരിക്കാം. നമ്മളിൽ പല ആളുകളും മാറ്റമില്ലാതെ തുടരുന്ന ചില രീതികൾ പിന്തുടരാറുണ്ട്. ആ ഒരു രീതികൾ ഇന്ത്യയിലെ പുരുഷന്മാർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അത് സോഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടതായിരിക്കാം, വിവാഹവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ജോലിയും അതിന്റെ ലേബലുമായി ബന്ധപ്പെട്ടതായിരിക്കാം, മതപരമായിട്ടും ജാതിപരമായിട്ടും ബന്ധപ്പെട്ടതായിരിക്കാം. ഒത്തിരിയധികം സമ്മർദ്ദങ്ങളാണ് ഒരു സമൂഹം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പുരുഷന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. കാലം മാറിയതനുസരിച്ച്, സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടതനുസരിച്ച് ഒരു വലിയ കൂട്ടം ആൺകുട്ടികൾക്ക് ദീർഘകാലം അവരുടെ ഫാമിലിയെ ഫിനാൻഷ്യലി അടക്കം ഡിപ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. എന്നാൽ സാമ്പത്തിക രംഗം താഴെയുള്ള ആളുകളുടെ അവസ്ഥ ദയനീയം തന്നെയാണ്. അവർ വലിയ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് തുടർന്ന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനുള്ള ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ പരിചയപ്പെടുത്തുകയാണ്. മാസം 2000 രൂപ പോലുള്ള ചെറിയ തുകയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു NFO ആയിട്ട് ടാറ്റ AIA വന്നിട്ടുണ്ട്. അവരുടെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് ഈ മാസം 30 വരെ മാത്രമാണ് ഈ ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫണ്ടിന്റെ പ്രത്യേകത, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം 100% സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ നല്ല റിട്ടേൺ നൽകുന്നു എന്നതാണ്. ബാങ്ക്, FD, പോസ്റ്റ് ഓഫീസ് എന്നിവയിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് വെറും 5 മുതൽ 7% വരെയൊക്കെയാണ് നിങ്ങൾക്ക് റിട്ടേൺ നൽകുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് 100% ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തന്നെയാണ്. ടാറ്റ AIA ലൈഫ് നമ്മളുടെ പണം നിക്ഷേപിക്കുന്നത് 50 മിഡ് ലാർജ് സ്മോൾ ക്യാപ് കമ്പനികളിലാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ബെഞ്ച് മാർക്കിന്റെ മുൻകാല റിട്ടേൺ നോക്കിയാൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിലായിട്ട് 35.9%, 25.1% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ടാറ്റ AIA ഈ സെയിം ഇൻഡെക്സ് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴുള്ള ഈ NFOയും ഇതേപോലെ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2014 നിങ്ങൾ ഈ NFOയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം 9.3 ലക്ഷം രൂപയായിട്ട് അത് മാറിയിട്ടുണ്ടായേനെ. അതേപോലെ 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള ഇവരുടെ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് 46.4% റിട്ടേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. NRI സുഹൃത്തുക്കളൊക്കെ മാസം 18,000 രൂപയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 കോടി വരെ കമ്പനി വാഗ്ദാനം നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ആവാൻ വേണ്ടി ഞാൻ ആ ഒരു വാർത്താ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. കേരളത്തിൽ സ്വയം ജീവനെടുക്കുന്നവരിലേറെയും വിവാഹിതരായ പുരുഷന്മാരെന്ന് പഠനം. ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള കേരളത്തിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീ പുരുഷ ആത്മഹത്യാ അനുപാതം 20.80 ആണ്. കോഴിക്കോട് ആസ്ഥാനമായ തണൽ ആത്മഹത്യാ പരിശോധനാ കേന്ദ്രമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം പഠനം നടത്തിയത്. ആത്മഹത്യകളുടെ എണ്ണം 2022 8,490 നിന്ന് 2023 ആയപ്പോഴേക്കും 10,972 ഉയർന്നു. ഇതിൽ 8,811 പേരും പുരുഷന്മാരാണ്. കേരളത്തിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് കൂടുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഒരു പ്രായത്തിൽ എത്തുന്നവർ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളിൽ സമയമുള്ള ആളുകൾ ഈ വാർത്തയുടെ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് കുറച്ച് നെഗറ്റീവ് തരുന്ന കമന്റ് ബോക്സ് ആണ്. എന്നാലും ഒരു പരിധി വരെ കുറേയധികം കാരണങ്ങളെ അവിടെയുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കൂട്ടം നിരാശ ബാധിച്ച ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു നിരാശയിൽ നിന്ന് അവരിൽ പല ആളുകളും ക്രിമിനലുകളെ പോലെ ബിഹേവ് ചെയ്യുന്നതും കമന്റ് ബോക്സിൽ കാണാനായിട്ട് സാധിച്ചു. പല ആളുകളും വളരെ ആക്രമണോത്സുകതയൊക്കെ കാണിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ. അത്രയധികം ഹെയ്റ്റ് ആണ് സ്ത്രീകളോട്, അതേപോലെ തന്നെ സമൂഹത്തോടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്ത്രീകളോടുള്ള ഹെയ്റ്റിന്റെ ആ ഒരു കാരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പലപ്പോഴും ഇത്തരത്തിലുള്ള ആത്മഹത്യകളുടെ പ്രധാനപ്പെട്ട റീസണായി പഠനങ്ങൾ പറയുന്നത് വിവാഹ ബന്ധത്തിലെ ചില പ്രശ്നങ്ങളാണ്, പങ്കാളിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്.
പുരുഷന്മാരുടെ ആത്മഹത്യയെക്കുറിച്ചിട്ട് പറയുന്നത് കൊണ്ട് അവർക്ക് സമ്മർദ്ദം ഉണ്ടാകുന്ന കാരണങ്ങളെ നമ്മൾ കൂടുതലായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒരു പുരുഷന് സമ്മർദ്ദം അവന്റെ വിവാഹപ്രായത്തിനോട് അടുക്കുന്ന സമയം മുതൽ തന്നെ കാര്യമായി വർദ്ധിക്കുകയാണ്. കാലം എത്ര പുരോഗമിച്ചെങ്കിലും വിദ്യാഭ്യാസ സാധ്യതകൾ സ്ത്രീക്കും പുരുഷനും തുല്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും തുല്യ വേതനം ലഭിക്കുന്നുണ്ടെങ്കിലും വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീക്ക് അമിതമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ്, വലിയ ഡിമാൻഡുകളാണ്. വലിയ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കില്ല, വലിയ കാര്യമായിട്ടുള്ള കരിയർ പൊസിഷൻ ഉണ്ടായിരിക്കില്ല, വലിയ സാലറി ഉണ്ടാവില്ല, വലിയ നീക്കിരിപ്പ് ഉണ്ടാവില്ല. എന്നാൽ തനിക്ക് വേണ്ട ആൾക്ക് ഇതെല്ലാം വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. വലിയ കാര്യമായിട്ടുള്ള പ്രായ വ്യത്യാസമില്ലാത്ത ആളുകൾ വിവാഹം കഴിക്കുന്ന സമയത്തും പുരുഷന് വലിയ കാര്യമായിട്ട് നീക്കിയിരിപ്പ് വേണം, അവൻ സെറ്റിൽഡ് ആവണം. എന്നാൽ സ്ത്രീക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അടങ്ങുന്ന സമൂഹം നിഷ്കർഷിക്കുന്നില്ല. എന്നാൽ പുരുഷനിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉറപ്പാക്കുന്നുണ്ട്. ഈ ഒരു സമ്മർദ്ദങ്ങൾക്കിടയിൽ എങ്ങനെയെങ്കിലൊക്കെ വട്ടം കൂട്ടി തട്ടിക്കൂട്ടി ഒരു ജോലിയൊക്കെ ഒപ്പിച്ച് സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഔട്ട്ലുക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വിവാഹം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പപ്പാസ് കിഡായിരിക്കും ഭാര്യയായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ അവൾക്ക് ഇവൻ ഈ പറയുന്ന ജോലി സമ്പാദിച്ച അല്ലെങ്കിൽ ലോൺ എടുത്ത അതിൻ്റെ EMI അടയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഡാഡി ആയിരിക്കും അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 100,000 എക്സ്പെക്ടേഷനുമായിട്ടായിരിക്കും ആ ഒരു കുട്ടി ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ ബാധ്യതകൾ എടുത്തു വെക്കുന്ന, വിദ്യാഭ്യാസ വായ്പ അടക്കം വലിയ ബാധ്യതകൾ എടുത്തു വെക്കുന്ന, ആ ഒരു +2 ശേഷം തന്നെ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പുറത്തേക്ക് പോകുന്ന, PR വേണ്ടി സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ആൺകുട്ടിക്ക് എത്രത്തോളം റൊമാൻറ്റിക് ആവാൻ പറ്റും, എത്രത്തോളം ഫാമിലിയോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും? വലിയ സ്ട്രഗിളിൽ കൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ വിദേശവാസത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ കപ്പിളായിട്ട് പോയെങ്കിലും ഇവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു ലൈഫ് അവിടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. പലപ്പോഴും പല ആളുകളും തമ്മിൽ കാണുന്ന സമയം വരെ വളരെ കുറവാണ്. നാട്ടിലേതുപോലെ ഒരു ഫാമിലി ഫംഗ്ഷനോ ബന്ധുക്കൾ ചേരുന്ന ഒരു ഫംഗ്ഷനോ അവധി ആഘോഷങ്ങളോ ഒന്നും പലപ്പോഴും അവിടെ പല ആളുകൾക്ക് സംഭവിക്കാറില്ല. പല ആളുകളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ജോലി സ്ഥലങ്ങളിലാണ്. ജോലി സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് ഫാമിലി ലൈഫിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജോലി സ്ഥലത്ത് ഒരു ബോണ്ട് ഉണ്ടാവും. ഈ ബോണ്ട് ഈ കാലഘട്ടത്തിന്റെ വലിയ പ്രശ്നമാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് വരെ സഹപ്രവർത്തകരുമായി പങ്കിടുന്നു. കിടക്കാൻ വേണ്ടിയാണ് പല ആളുകളും വീട്ടിലേക്ക് വരുന്നത്. ഈ കിടക്കാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് വരുന്ന ആളുകൾ അവരുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഓഫീസിലായിരിക്കും. സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു ബോണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ പലപ്പോഴും സ്റ്റാർട്ട് ആവാറുണ്ട്. ഇതെല്ലാം വിവാഹ ബന്ധത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ഈ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ രണ്ടിടത്ത് മാറി താമസിച്ച് ജോലി ചെയ്യേണ്ടി വരുന്ന കപ്പിൾസിനിടയിലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുകൾ, അവിടെ ഉണ്ടാവുന്ന ഡൗട്ടുകൾ, കാര്യങ്ങൾ. പിന്നെ ചില ആളുകൾക്ക് ഒരാവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയയിലെ കുറേയധികം കണ്ടന്റുകൾ കണ്ട്, ബെസ്റ്റി വീഡിയോസ് കണ്ട്, അല്ലെങ്കിൽ അവിഹിത റീലുകൾ കണ്ട് ഉണ്ടാവുന്ന സംശയരോഗം, അതേപോലെ തന്നെ സംശയ രോഗിയായിട്ട് തന്നെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുവന്ന കുറേയധികം ആളുകൾ, ഇതെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ഒടുക്കം എന്നുള്ള രീതിയിലായിരിക്കും ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിന്റെ ലീഗൽ ബാറ്റിൽ ഉണ്ടാവുന്നത്. ഈ ഒരു ലീഗൽ ബാറ്റിൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഈ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ സ്ത്രീപക്ഷത്ത് നിന്ന് ഗാർഹിക പീഡന പരാതികൾ കൊടുക്കുന്നു. ചിലപ്പോൾ അതിൽ കാര്യമുണ്ടായിരിക്കാം, പല കേസിലും വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. വെറുതെ പേടിപ്പിക്കാൻ കൊടുക്കുന്നതാണ്, അവരെ പ്രഷർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഗാർഹിക പീഡന പരാതിയിൽ വീട്ടിലില്ലാത്ത പെങ്ങളും അതേപോലെ തന്നെ വയ്യാത്ത അമ്മയും ഒക്കെ പങ്കാളികളായി മാറുന്നു. അപ്പോൾ ഒരു കുടുംബം മുഴുവൻ അവിടെ സ്ട്രെസ്ഫുൾ ആവുന്നു. അതേപോലെ ഈ പയ്യൻ ഇനിയിപ്പോൾ പ്രണയിച്ച് വല്ല വിവാഹം കഴിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പൂരത്തെറിയായിരിക്കും. നീ ഒരു പെണ്ണിനെ വിളിച്ച് കയറ്റിക്കൊണ്ട് വന്നു, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനേ സമയമുള്ളൂ. ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു, ലീഗൽ ബാറ്റിൽ കഴിഞ്ഞു, ഇത് കഴിഞ്ഞൊരു സെറ്റിൽമെന്റ് ഉണ്ട്. അവിടെ ആയിരിക്കും പണ്ട് സ്ത്രീധനം കൊടുത്ത കണക്ക് പറയുന്നത്. സ്ത്രീധനം വാങ്ങിച്ചതിന്റെ നിയമ പ്രശ്നങ്ങൾ വരുന്നത്, സ്വർണം അങ്ങോട്ടേക്ക് കൊടുക്കണം, പയ്യൻ അതൊക്കെ ചെലവാക്കിയിട്ടുണ്ടാവും. ആ ഒരു കല്യാണത്തിന്റെ ആഘോഷങ്ങൾ തന്നെ ചിലപ്പോൾ ഈ ഒരു സ്ത്രീധനം തന്നെ മുന്നിൽ കണ്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. അത് മുഴുവൻ ചെലവായിട്ടുണ്ടാവും. അത് കൊടുക്കുന്നതിന്റെ ചില പ്രശ്നങ്ങൾ, അത് കൊടുത്താൽ മാത്രം പോരാ, ഈ സ്വത്തിന്റെ പകുതി വേണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നെ അലിമണിക്ക് വേണ്ടിയുള്ള ഒരു വലിയ ബാറ്റിൽ. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ തീയിൽ കുരുത്ത ആൺകുട്ടികളിൽ ഭൂരിഭാഗം ആൾക്കാർ പോലും വാടിപ്പോവും. അവർ വലിയ സമ്മർദ്ദത്തിലേക്ക് പോകും. ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ വലിയ റീസൺ ആണ് ചൈൽഡ് കസ്റ്റഡി ബാറ്റിൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമ പോരാട്ടത്തിന് ഇടയിൽ പലപ്പോഴും ഒരു കുട്ടി ഉണ്ടാവും. ആ ഒരു കുട്ടിയുടെ അവകാശത്തെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ കാര്യമായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. ചില സ്ത്രീകളൊക്കെ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ആൾക്കാരുടെ കൂടെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയെ നോക്കേണ്ടി വരുന്ന സിംഗിളായിട്ടുള്ള ഒരു പുരുഷൻ്റെ അവസ്ഥ നമ്മൾ പലപ്പോഴായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. പുരുഷന്മാർ കൂടുതലായി തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയാറുണ്ട്. പണ്ട് സ്ത്രീ ഉപേക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പുരുഷൻ്റെ തോൽവിയായിട്ട് സമൂഹം നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് കുറച്ചൊരു മാറ്റമുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ കാര്യമായിട്ട് തന്നെ ഷെയിം ചെയ്ത് പുരുഷന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ആശാന്റെ അഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്.
അല്ലാതെ ഈ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത്, ജെന്യുവൻ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്കില്ല. ഷെയ്മിങ് ആണ് എന്നും. പണ്ട് പുരുഷനെ ഷെയിം ചെയ്തിരുന്നു, സ്ത്രീകൾ മറ്റു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവന്റെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് വല്ലാതെ ആൾക്കാർ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഈ ചൈൽഡ് കസ്റ്റഡി ബാറ്റിലിന്റെ ഇടയിൽ സംഭവിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരാൾക്ക് കുട്ടിയെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് കുട്ടിയെ കൊടുക്കാതെ അയാളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ പോരാട്ടമായിരിക്കും ഏതെങ്കിലും ഒരു വീട്ടുകാർ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ, പോക്സോ പോലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇതും വലിയ സമ്മർദ്ദം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ചൈൽഡ് സപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം മുഴുവനായിട്ട് തന്നെ പുരുഷന്മാരുടെ ഒരു അടുത്തേക്ക് വരും. അവർക്ക് വേറെ ഒരു രീതിയിലും വരുമാനം ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടില്ല. പക്ഷെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട വേറൊരു സംഗതിയുണ്ട്. ചില ആൾക്കാർ ഡിവോഴ്സ് കൊടുക്കില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, പിരിയേണ്ട റീസൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾ അങ്ങോട്ട് മുങ്ങും, വല്ല വിദേശത്തേക്ക് വല്ലതും പോകും. ഡിവോഴ്സ് കിട്ടാതെ വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്ന ആളുകളുണ്ട്. ആകെ മൊത്തത്തിൽ കുളമാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. ഇതെല്ലാം ന്യൂ ജനറേഷൻ പ്രശ്നമാണോ? അല്ല. പണ്ടാണെങ്കിൽ തല്ലും കൊണ്ട് വീട്ടിൽ കിടക്കണമായിരുന്നു, കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ലല്ലോ. ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ മാർഗ്ഗം ഉണ്ടാകുന്ന ന്യൂ ജനറേഷൻ പ്രശ്നമല്ല, വിദ്യാഭ്യാസം കൂടിയതുകൊണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മൾ ഇവിടെ പേരൻറ്റിങ് നടത്തുന്നതിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ വലിയ കാരണത്തിലേക്ക് വരാം. ആദ്യം തന്നെ ഞാൻ വലിയൊരു സൂചന നൽകിയിരുന്നു, ഫിനാൻഷ്യൽ പ്രഷർ. ഈ ഫിനാൻഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു പരിധിയിലധികം പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. അത്രയധികം ലോൺ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ എടുത്തിട്ടാണ് പല കാര്യങ്ങളും നടത്തുന്നത്. ഈ ലോൺ എടുത്തിട്ട് പല കാര്യങ്ങളും നടത്തുന്ന ഒരാൾ ഒരു പ്രൈവറ്റ് ജോബ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ജോലി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു EMI എന്ത് ചെയ്യും? ഹൗസിംഗ് ലോണുണ്ട്, കാർ ലോണുണ്ട്. ഈ ഒരു ഹൗസിംഗ് ലോണിലും കാർ ലോണിലും ഒക്കെയാണ് സമൂഹം അവനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു സമയത്ത് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ജപ്തി ഭീഷണികൾ വരുന്ന സമയത്ത് ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്, നാട് വിട്ടു പോവാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാവം ചേട്ടൻ്റെ വീഡിയോ ന്യൂസുകാർ അമ്മാരെ കൊണ്ട് വലിയ ശല്യം തന്നെ. ആ ചേട്ടൻ പ്രവാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ണർ അപഹരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ വയ്യ, കടബാധ്യതകളുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരിടത്ത് ഒളിച്ചു താമസിക്കുകയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നു. മാധ്യമങ്ങളത് വീഡിയോ ഒക്കെ അദ്ദേഹത്തെ നാട് മൊത്തം കാണിച്ച് അപമാനിച്ചു കേട്ടോ. അവിടെയൊക്കെ നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കുള്ളത് മതി, കൂലിപ്പണിക്കാണെങ്കിലും പോകാം, ഉള്ളതുകൊണ്ട് ജീവിക്കാമെന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആ ഒരു ചേട്ടൻ അങ്ങനെ കിടന്ന് കരയേണ്ടി വരില്ല. അവർ തകർന്നു പോവുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണാവണം എന്നുള്ളൊരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം ഈ ഒരാൾ മാത്രമായിട്ട് കുടുംബത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ചില വലിയ മഹാന്മാരുണ്ട്, അമ്മാർ മറ്റേ പുരോഗമനത്തെ എതിർക്കുന്ന ആളുകളായിരിക്കും. സ്ത്രീകൾ ജോലിക്ക് പോകണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മറ്റേ തമിഴ്നാട് ലോറിയുടെ ഫ്രണ്ടിൽ തവള വയറ് വീർപ്പിക്കുന്ന പോലെ നിൽക്കും. എന്നിട്ട് ഇവന് കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണെന്ന് നാട് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും നിരാശ തന്നെ, വീട്ടിലൊടുക്കത്തെ ചിലവാണെന്ന് പറയുന്നു. പണിയെടുത്ത് വലഞ്ഞു വന്നതിന് ശേഷം കള്ളു കുടിച്ച് ഭാര്യയെ തല്ലുന്നു. അങ്ങനെയുള്ള ബിരുദന്മാരും ഉണ്ട്. അങ്ങനെയുള്ളവന്മാർ ബോധമില്ലാത്തതുകൊണ്ട് അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യും. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഈ പറയുന്ന ദുരഭിമാനം മാറ്റി വയ്ക്കുക, പഠിക്കുക, ജോലി വാങ്ങുക, ജോലിയുള്ള ഒരാളെ കൂടെ കൂട്ടുക. ജോലിയുള്ള ഒരു പെൺകുട്ടിക്ക് വലിയ ഡിമാൻഡുകളാണെന്നുണ്ടെങ്കിൽ അത്രയധികം ഡിമാൻഡില്ലാത്ത നീ താഴെ എന്ന് വിചാരിക്കുന്ന ഒരാളെ കൂടെ കൂട്ടുക. പലപ്പോഴും പറയാറുണ്ട്, ഡോക്ടേഴ്സ് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, ടീച്ചേഴ്സ് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, ബാങ്ക് എംപ്ലോയീസ് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആളുകളൊന്നും പറയാറുണ്ട് കൂലിപ്പണിക്കാരെ ഇവർ കിട്ടുന്നില്ല. കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീകളെ നോക്കാം, അവരിൽ പല ആളുകൾക്കും വിവാഹം നടക്കുന്നില്ല. എന്നാൽ കൂലിപ്പണിക്കാർക്കും ഡിമാൻഡ് ഹയർ ആണ്. അങ്ങനെ ഹൈ ഡിമാൻഡുള്ള നിങ്ങൾ ഈ പറയുന്ന ഡോക്ടറെയോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഒക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനനുസരിച്ചിട്ട് അവർക്ക് അത്യാവശ്യം കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ തന്നെ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ വലിയ സ്ട്രെസ്സിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളെക്കാട്ടിലും താഴെ നിൽക്കുന്ന ഒരാളെ തന്നെ ജീവിതത്തിലേക്ക് കൂട്ടുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ തുല്യത എന്ന് പറയുന്ന കാര്യം ഇല്ലത്തൂന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്ത് എത്തിയിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് പുരുഷന്മാർ കുറച്ചും കൂടെ താഴ്ന്ന ഡിമാൻഡുകളുള്ള സ്ത്രീകളെ നോക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ നാലാമത്തേത് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ആൻഡ് പെട്രിയാർക്കൽ നോംസ്. പുരുഷ മേധാവിത്വ ചിന്താഗതികൾ, സമൂഹത്തിൻ്റെ ചില എക്സ്പെക്റ്റേഷൻസ്, ഇതനുസരിച്ചിട്ട് ചില ആളുകൾ ഭയങ്കര കരുത്തൻ ചമയലാണ്. ഞാൻ ഒരാണാണ്, ഞാൻ പറയുന്നത് ഈ വീട്ടിലെ എല്ലാ ആൾക്കാരും കേൾക്കണം, എന്തുകൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടണില്ല, എന്താണ് ഈ പെണ്ണുങ്ങൾക്കൊക്കെ പറ്റിയത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഈ കുടുംബം ഒറ്റയ്ക്ക് അങ്ങോട്ട് നോക്കും, എൻ്റെ വീട്ടിൽ നിന്ന് ആരും പണിക്ക് പോകണ്ട, അച്ഛൻ ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് പോയിക്കോട്ടെ എന്ന് മോൻ ചോദിക്കുന്ന സമയത്ത് നീ പണിക്ക് പോയിട്ട് വേണ്ട എനിക്ക് തിന്നാൻ,
മോളോട് നീ ജോലിക്ക് പോയിട്ട് വേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ. ഇമാതിരി തോന്നിയാസവും പറഞ്ഞ് ഇമാതിരി പിടിവാശിയായിട്ട് നടക്കുന്ന തന്തമാർ അവരുടെ ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥയാണ്. ആമാരും പിടിവാശിയായിട്ട് നടക്കുക, അവസാനം കയ്യിൽ നിന്ന് പോവും, കരഞ്ഞ് വല്ല ആത്മഹത്യയൊക്കെ ചെയ്യും. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു സംഗതിയുണ്ട്, മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മ. മാനസിക സമ്മർദ്ദമുണ്ട്, ഡിപ്രഷൻ സിറ്റുവേഷനൊക്കെയാണ്, മൊത്തത്തിൽ ഒരു സുഖമൊന്നുമില്ല, എന്തോ പ്രശ്നമുണ്ട്, എന്തോ തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിനകത്തെ സൗബിൻ ചെയ്തതുപോലെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനമൊന്നും തേടില്ല. മോശമല്ലേ? മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞാൽ മോശമല്ലേ? അങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് തുറന്ന ഒരാളോട് പറയുക എന്ന് പറയുന്നത് എൻ്റെ കരുത്തിന് യോജിച്ചതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്ന് പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ആണുങ്ങൾക്ക് കരയാൻ പറ്റില്ല, ആണുങ്ങൾക്ക് വിഷമം ഉണ്ടാവാറില്ല, അവർ പിണങ്ങില്ല, അവർക്ക് ഫീലിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ചിന്തകളുണ്ട്. അപ്പോൾ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു രീതിയിലും കൂടെ കുറച്ച് നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് മെൻ്റൽ ഹെൽത്തിനെ കാര്യമായി തന്നെ. ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ സിനിമകളിൽ കാണുന്ന ഭ്രാന്തിൻ്റെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ സ്വസ്ഥമായിട്ടുള്ള മനസ്സിന് വേണ്ട കാര്യങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എടുക്കുക, ഒരു കൗൺസിലിങ്ങിന് പോകാം. അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന സംഗതിയാണ്. സെൽഫ് കെയർ. ആണുങ്ങൾക്ക് സെൽഫ് കെയർ ഇല്ലല്ലോ. സ്വന്തമായിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നതോ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഒരു യാത്ര പോകുന്നതോ പോലും വലിയ തെറ്റായി കണ്ടിരുന്ന, ഉത്തരവാദിത്തമില്ലായ്മയെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, അത് കണ്ടു വളർന്ന ആളുകളല്ലേ. അടുത്തത് ഇമോഷണൽ നെഗ്ലക്റ്റ് ആൻഡ് ലാക്ക് ഓഫ് സപ്പോർട്ട്. ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാര്യം, പുരുഷനല്ലേ, ആണല്ലേ, അവന് മനോവിഷമമുണ്ടോ, അവന് വേദനയുണ്ടോ, അവന് ഹൃദയവേദന ഉണ്ടോ? ഹൃദയവേദന എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല കേട്ടോ, അത് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞ അതൊക്കെ ഉണ്ടോ? അവനങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. വലിയ പ്രായവ്യത്യാസമില്ലാതെ ഒരു വീട്ടിൽ വളർന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവനൊരു 18-20 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും എല്ലാ ആൾക്കാരും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരു വയസ്സായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. എന്നാലും ആൺകുട്ടിയോട് 18 വയസ്സ് കഴിയുമ്പോൾ മുതൽ ആൾക്കാർ ചോദിക്കും, പെങ്ങളെ കെട്ടിക്കണ്ടടാ, പെങ്ങളെ കെട്ടിക്കണ്ടടാന്ന് ചോദിക്കും. എനിക്കൊക്കെ ആ ഒരു അനുഭവമുള്ള ആളാണ് കേട്ടോ. അതേപോലെ തന്നെ, എന്താണ് മോനെ, നിനക്ക് വല്ല വിഷമമുണ്ടോ, നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, നീ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം പോലും പലപ്പോഴും പല ആൾക്കാരോട് ആരും ചോദിക്കില്ല. എൻ്റെ അമ്മ ചോദിക്കുമായിരുന്നു കേട്ടോ. അമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആ ഒരു ഗ്യാപ്പ് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്രശ്നങ്ങളില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആരും ചോദിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ മറന്നുപോയി, നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ലല്ലോ. ആൺകുട്ടികൾ എപ്പോഴും കെയർ കൊടുക്കേണ്ട ആളുകളാണ്. അവരുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് വരുന്ന ഭാര്യ ഉണ്ടായിരിക്കും, പെങ്ങളുണ്ടായിരിക്കും, അമ്മയുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. ഇവർക്ക് തിരിച്ചങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ചെല്ലാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. അതേപോലെ തന്നെ ഈ സപ്പോർട്ടില്ലായ്മ. പലപ്പോഴും പല ആൾക്കാരും ഈ അടിമ പണിയെടുത്ത് കുടുംബത്തെ നോക്കുന്നതിനിടയിൽ സുഹൃത്ത് ബന്ധമൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ആ സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ തന്നെ വലിയ രീതിയിൽ തിരിച്ചടികളുണ്ടാവും, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഞങ്ങളുടെ സൗഹൃദ വലയത്തിൽ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു സംഗതിയുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയി ഞായറാഴ്ച വൈകിട്ടൊന്ന് കൂടിയാൽ തീരുന്ന പ്രശ്നമല്ലേ നമുക്കുള്ളൂ. ഇത് ഒരു വലിയ പ്രിവിലേജാണ്. ഈ സുഹൃത്തുക്കളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെയൊക്കെ ആകെയുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെയൊക്കെ ആ ഒരു സമ്പാദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ പിന്നെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണെന്നേ. കാരണം അത് നഷ്ടപ്പെടാൻ വലിയ എളുപ്പമാണ്. കുടുംബ ബന്ധങ്ങൾ നമുക്ക് പിന്നെയും ചേർത്ത് നിർത്താം, സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടാനായിട്ട് വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തുക. അതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും, അതേപോലെ തന്നെ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും വലിയ സമ്പാദ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് റോൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ ഫണ്ട് റോൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആലോചിക്കാറുണ്ട്, എമർജൻസി ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കാറില്ല. കാരണം ആരുടെയെങ്കിലൊക്കെ കയ്യിൽ ഉണ്ടാവും എനിക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഫണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണോ? സുഹൃത്തില്ല എന്നുണ്ടെങ്കിലോ വലിയ ടെൻഷൻ ആവേണ്ടി വരും. അടുത്തത് ആൽക്കഹോളിസം ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം അഭിമാനമാണല്ലോ, പിള്ളേർ ഷോർട്ട് ഫോം ഒക്കെയാണ് പറയുന്നത്. എം അടിക്കും, ബി അടിക്കും, എ അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ സാധനത്തിൻ്റെ പവറിനെ കുറിച്ചിട്ട് വാചാലരാകുന്ന കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ആൽക്കഹോൾ അബ്യൂസ്, അതേപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്കൊക്കെ തിരിയുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടാൻ വലിയ പാടാണ്. അത്രയധികം ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാബിറ്റിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ പോലെ ഒളിച്ചു നിന്ന് മുറിവീടി വലിക്കുന്ന ആളുകളല്ല. ഇപ്പോൾ മുറിവീടിയുടെ സ്ഥാനത്ത് മണമൊന്നും വരാത്ത തരത്തിലേക്കുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ഒക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ ഇത്തരത്തിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട്, ആൽക്കഹോൾ അബ്യൂസ് ഉണ്ട്, എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് അഭയം പ്രാപിക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രശ്നമായിട്ടാണ് പലപ്പോഴും കലാപരമായിട്ടുള്ള ജീവിതത്തെ പല ആളുകളും നോക്കിക്കാണുന്നത്. കുറേയധികം പിള്ളേരെ നേരിട്ടറിയാം. സിനിമയിൽ ഒരു ചാൻസ് വേണം, ഒരു കഥ വേണം, ഒരു ത്രെഡ് വേണം, അപ്പം തന്നെ കഞ്ചാവ് അടിക്കാൻ വേണ്ടിയുള്ള സെറ്റിലാണ്. അതേപോലെ തന്നെ കലാകാരന്മാരാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞ കുറേ കലാ ഒളികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേയധികം അബ്യൂസുകൾ നടക്കുന്നുണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളാണെങ്കിലും ഒരു ലഹരിക്കടിമയായിട്ടുള്ള ഒരാളെ സുഹൃത്താക്കാനായിട്ട് ആഗ്രഹിക്കത്തില്ല. നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് അവിടെ നിന്ന് അകന്നു പോകും. ഇപ്പോൾ സൗഹൃദങ്ങൾ പോവും. ഇതേപോലെ ഏതെങ്കിലും കിളി പോയ ബോധമില്ലാത്ത ഒരുത്തനായിരിക്കും കൂട്ടുകാരൻ. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ, ഇപ്പം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്, വല്ലപ്പോഴും മാത്രം സ്റ്റഫ് അടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരുമായിട്ട് നമുക്ക് സൗഹൃദം വലിയ പാടാണ്. കാരണം നമുക്കറിയോ ഇവൻ്റെ കൂടെ വല്ലയിടത്തും പോകുന്ന സമയത്ത് ഇവൻ്റെ സാധനം ഉണ്ടോ എന്നുള്ളത്. ഇങ്ങനെ തന്നെ പല സൗഹൃദങ്ങളെയും നമ്മൾ മാറ്റി നിർത്താറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു ഏകാന്തത വരുന്നു, അതേപോലെ തന്നെ ഒരു ഗിൽറ്റ് വരുന്നു, അതിൽ നിന്ന് കടുത്ത മാനസിക സമ്മർദ്ദം വരുന്നു, അവസാനം സാമ്പത്തികമായിട്ടുള്ള തളർച്ച വരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും കൂടെ ഇതിനകത്തേക്ക് വരുന്നു, ഈ ലഹരിക്കടിമയായിട്ടുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് വരുന്നു. അതും ആത്മഹത്യക്ക് വലിയ റീസണാണ്. ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഏകാന്തത വലിയ പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന് വേണ്ടി ഓടുന്നതിനിടയിൽ പലപ്പോഴും ഒറ്റപ്പെടുകയാണ് പല ആളുകളും. സൗഹൃദങ്ങളില്ല, അതേപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധമില്ല, എല്ലാ ആൾക്കാരും മാറി മാറി താമസിക്കുകയാണ്. എന്നാൽ പങ്കാളിയുമായിട്ട് ബന്ധമുണ്ടോ? അവർ കൂടുതൽ സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്നു, തമ്മിൽ കാണാനായിട്ടുള്ള സമയം കുറവാണ്. അപ്പോൾ ഈ ഒരു ഏകാന്തത വലിയ പ്രശ്നമാണ്. ഈ ഒരു ഒറ്റപ്പെടൽ വലിയ പ്രശ്നമാണ്. ഈ ഒറ്റപ്പെടലും ഏകാന്തതയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അത് മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു. അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു കാരണമാണ്. അവസാനമായി ലീഗൽ ആൻഡ് സോഷ്യൽ പ്രഷർ. ലീഗൽ പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്നറിയാം. ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ലോസിൻ്റെ ഒരു അഭാവം, അതേപോലെ തന്നെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്ന കുറേയധികം നിയമത്തിൻ്റെ സാധ്യതകൾ, ഫാമിലി കോർട്ടിലൊക്കെ പുരുഷന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന എക്സ്ട്രാ സ്ട്രെസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ ആൻഡ് ലീഗൽ സൈഡിൽ നിന്ന് വരുന്ന സംഗതികളാണ്. പിന്നെ അലിമണി ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് പല പുരുഷന്മാർക്കും വലിയ സാമ്പത്തിക സമ്മർദ്ദം കൊടുക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ അനുഭവിച്ച് ഇതൊക്കെ മാനേജ് ചെയ്ത് ആകെ മൊത്തം കുളമായി സമൂഹം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് ജീവിക്കണ്ട എന്ന് പല ആളുകൾക്കും തോന്നും. അപ്പോൾ ഇതിൽ എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാ ആൾക്കാരും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതെങ്ങനെ മറ്റേ അത്തപ്പൂക്കളം ചവിട്ടി തെറിപ്പിച്ച ആൾക്കാരെ പിടിക്കാനുള്ള പോക്കും വർഗീയത പറയാനുള്ള പോക്കും ഒക്കെ അല്ലേ. അപ്പം നമ്മൾ ആളുകളോട് സംസാരിക്കുക. പുരുഷന്മാർ തന്നെ തൻ്റെ സുഹൃത്തുക്കളോട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുക. എന്നോട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന കുറേയധികം സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റിലീഫ് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് ശബ്ദം മാറിക്കഴിഞ്ഞാൽ എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാനും അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഈ മസ്കുലിനിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന കുറേ പരിപാടികളിൽ ഏർപ്പെടാതെ സഹജീവികളായിട്ടുള്ള പുരുഷന്മാരുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി അവരുമായിട്ട് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് ബുള്ളി ചെയ്ത് നീ ആണല്ല, നിനക്ക് ആണത്തത്തിരി കുറവാണ്, ഞാനാണെങ്കിൽ സിഗരറ്റ് വലിക്കണം, കള്ളു കുടിക്കണം, ഷോ കാണിക്കണം, മസിൽ പെരിപ്പിക്കണം എന്നൊക്കെ പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗതികെട്ട സാമൂഹിക അന്തരീക്ഷത്തിൽ സൗഹൃദം പങ്കുവയ്ക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ടാറ്റ AI ലൈഫിൻ്റെ NFO ഈ മാസം 30 വരെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സെക്ഷൻ 80C അടിസ്ഥാനത്തിൽ 10D അടിസ്ഥാനത്തിലൊക്കെ ടാക്സ് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.